ചേട്ടാ, പേരാമ്പ്രയിൽ നിന്നൊരു വാർത്തയാണ് വരുന്നത്. ഈ ഒരു വാർത്തയെ സംബന്ധിച്ച് നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഫാത്തിമ തഹ്ലിയയാണ് അവിടുത്തെ UDF സ്ഥാനാർത്ഥി. അപ്പോ മറ്റൊരു രാഷ്ട്രീയത്തിന്റെ ഒരു വൃത്തികെട്ട മുഖത്തെ പറ്റി നമ്മളോട് സംസാരിച്ചിരുന്നു. കാരണം ഫാത്തിമ തഹ്ലിയ എന്ന് പറയുന്ന സ്ഥാനാർത്ഥിക്കെതിരെ വർഗീയ പരാമർശമാണ് അവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഒരു പരാജയ ഭീതിയാണോ? ഇങ്ങനെ ഒരു ചർച്ച നമ്മൾ ഇതിനു മുമ്പ് ഇവിടെ എടുത്തിരുന്നു. അപ്പോ അതേ രീതിയിൽ തന്നെ LDF സ്ഥാനാർത്ഥിയായിട്ടുള്ള TP രാമകൃഷ്ണന്റെ അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള ഒരു പ്രചരണ വാഹനത്തിൽ ഇതേ ഫാത്തിമ തഹ്ലിക്കെതിരെ വർഗീയപരമായിട്ടുള്ള അല്ലെങ്കിൽ വോട്ട് ചോരിയെ പറ്റിയിട്ടുള്ള ഒരു പരാമർശവുമായി പോയിരിക്കുകയാണ്. ഇപ്പൊ അതിന് അച്ചടക്ക നടപടിക്കെതിരെ അല്ലെങ്കിൽ അങ്ങനെ ഇത് ശരിയല്ല എന്നൊരു നിലപാട് തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സ്വീകരിക്കുന്നതിലേക്കാണ്. പക്ഷെ താനൊന്നും അറിഞ്ഞില്ല. അങ്ങനെ ഒരു സാഹചര്യം അവിടെ ഉണ്ടാകുമോ? TP രാമകൃഷ്ണൻ അറിയാതെയാണോ തന്റെ പ്രചരണ വാഹനത്തിൽ അങ്ങനെയൊരു റെക്കോർഡുകൾ പുറപ്പെടുവിച്ചു കൊണ്ടുപോയത്? അല്ല, അതിൽ സംഭവിച്ചിരിക്കുന്നത് ഈ പേരാമ്പ്രയിൽ TP രാമകൃഷ്ണൻ എന്ന ഇടതുപക്ഷ സ്ഥാനാർത്ഥിക്കെതിരെ മത്സരിക്കുന്ന ലീഗിന്റെ സ്ഥാനാർത്ഥിയാണ് ഫാത്തിമ. ഈ ഫാത്തിമയ്ക്ക് വോട്ട് കൊടുക്കണം എന്ന് പറയുന്ന ഒരു ഭാഗം, നമ്മുടെ സമുദായത്തിലെ അംഗമാണ്. അവരുടെ കോട്ടയിൽ CPM-ന്റെ കോട്ടയിൽ മുസ്ലിം ലീഗുകാർ വന്നിട്ടുണ്ട് വോട്ട് ചോദിച്ച്, നമ്മുടെ കുട്ടിയാണ്, നമ്മുടെ കുട്ടിക്ക് വോട്ട് കൊടുക്കണം എന്ന് പറയുന്ന ഒരു വേർഷൻ ആഡ് ചെയ്തുകൊണ്ടൊരു മൈക്ക് അനൗൺസ്മെൻ്റാണ് അവിടെ കൂടെ പോകുന്നത്. അപ്പോൾ ഇത് റെക്കോർഡ് ചെയ്ത സ്റ്റുഡിയോ വരെ എവിടെയാണെന്ന് അവർക്ക് അറിയാൻ പറ്റി. ഇത് എന്താണ് ഇതിൻ്റെ ഈ വണ്ടി പോകുന്ന അനൗൺസ്മെൻറ്റ് വാഹനം പോകുന്നതിൻ്റെ പെർമിഷൻ എടുത്തതിൻ്റെ ഡീറ്റെയിൽസ് കിട്ടി. ഇത് ഇന്നലെ ഇത് സംസാരിക്കുമ്പോൾ TP രാമകൃഷ്ണൻ ഇത് അറിയട്ടെ, അന്വേഷിക്കട്ടെ എന്നൊക്കെ പറയുമ്പോൾ ഇതിനകത്ത് നമ്മൾ മനസ്സിലാക്കാനുള്ളത് ഒരു കാഫിർ പ്രയോഗം മുമ്പ് വന്നത് ഓർമ്മയുണ്ടല്ലോ. നമ്മുടെ വടകരയിൽ KK ശൈലജ എന്ന് പറയുന്ന CPM-ന്റെ സെൻട്രൽ കമ്മിറ്റി അംഗം മത്സരിക്കുന്നു, ഷാഫി പറമ്പിൽ മത്സരിക്കുന്നു. അന്ന് കാഫിർ പ്രയോഗം ഗ്രൂപ്പുകളിൽ വന്നതും ആ ബഹുമാനപ്പെട്ട വനിതാ നേതാവിനെതിരെ വന്ന അലിഗേഷനൊക്കെ ഓർമ്മയുണ്ട്. ഇവിടെ ഒരു ജാതിയെ മാത്രം വെച്ച് അധിക്ഷേപിച്ചുകൊണ്ട് ഇങ്ങനെ നമ്മുടെ കുട്ടിയെ, അതൊരു പ്രയോഗം തന്നെ അതിൽ പറയുന്നുണ്ട്. ആ പ്രയോഗമൊക്കെ പറയുക എന്ന് പറഞ്ഞാൽ ഒരു നാട്ടുഭാഷയാണ്, അത് അവർക്കിടയിൽ മാത്രം സംസാരിക്കുന്നതാണ്. അപ്പോൾ അവരങ്ങനെ വോട്ട് തേടുന്നവരാണ്, അങ്ങനെ ഒരു ജാതീയത മനസ്സിൽ വയ്ക്കുന്നവരാണ് എന്നൊക്കെ ഒരു വിഷം തുപ്പുന്ന രീതിയിൽ ഇപ്പൊ ഈ പറയുന്ന ഈ സമുദായത്തിന്റെ വോട്ട് മാത്രം പോരല്ലോ. ഫാത്തിമ തഹ്ലിയെക്കാട്ടിലും സീനിയർ ആണല്ലോ TP രാമകൃഷ്ണൻ എന്ന് പറയുന്നത്. അദ്ദേഹത്തിന് ഇപ്പൊ ഒരു തന്നെക്കാട്ടിൽ ജൂനിയർ ആയിട്ടുള്ള ഒരു സ്ഥാനാർത്ഥിയോട് ഇത്തരത്തിലൊരു പ്രചരണ രീതി കൊണ്ടേ മുന്നോട്ട് പോകാൻ സാധിക്കുള്ളൂ എന്നുള്ള ഒരു രീതി ഉണ്ടോ? അല്ല, അതിനകത്തുള്ള വിഷയം എന്ന് വെച്ചാൽ ഇത് TP രാമകൃഷ്ണൻ ഒന്നും അറിയുന്നില്ല. TP രാമകൃഷ്ണൻ പൊതുവെ ഒരു മിതവാദിയായ ഒരു മനുഷ്യനാണ്. പേരാമ്പ്രയിൽ അദ്ദേഹത്തിന് നിൽക്കാൻ തന്നെ, അദ്ദേഹത്തിന് കുറച്ച് ആരോഗ്യ പ്രശ്നങ്ങൾ എന്തൊക്കെയുണ്ട്. ഇടതുമുന്നണി കൺവീനറാണ്, നല്ലൊരു മന്ത്രിയായിരുന്നു, തൊഴിൽ മന്ത്രിയൊക്കെ ആയിരുന്ന ഒരാളാണ്. അദ്ദേഹത്തിന് മത്സരിക്കാൻ പറഞ്ഞത് തന്നെ അദ്ദേഹം നിന്നാലേ ജയിക്കുള്ളൂ എന്ന് കരുതുന്നുണ്ട്. എന്നിട്ട് അദ്ദേഹം അവിടെ മത്സരിക്കുമ്പോൾ ഇത് അദ്ദേഹം പോലും അറിയാതെ പാർട്ടിയിലുള്ള കുബുദ്ധികൾ, അതായത് നമ്മൾ മനസ്സിലാക്കാനുള്ളത് ഈ മലപ്പുറം പരാമർശം വന്നത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ. ഈ ഒരു ജാതിയെ മാത്രം പറഞ്ഞുകൊണ്ട് ഒരു ഹിന്ദു ഭൂരിപക്ഷത്തിന്റെ വോട്ട് കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു നീക്കം എന്ന രീതിയിലാണ് പോയിരിക്കുന്നത്. പിന്നെ പേരാമ്പ്രയെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ ഈ വടക്കൻ മലബാർ മേഖലയിൽ ഷാഫി ഇറങ്ങിയതിനു ശേഷം അവിടെ വളരെ ഭയങ്കരമായ മാറ്റം കോൺഗ്രസ്. തീർച്ചയായും കഴിഞ്ഞ ദിവസമായിരുന്നു ഫാത്തിമ തഹ്ലിയയ്ക്ക് വേണ്ടി ഷാഫി പറമ്പിൽ അവിടെ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസാരിച്ചിട്ടുണ്ടായിരുന്നത്. നമ്മളെല്ലാവരും ഒരുമിച്ച് നിന്ന് കഴിഞ്ഞാൽ ഇവിടെ ഒരു വനിതാ MLA കൂടെ ഉണ്ടാകും എന്നൊരു വനിതാ വസന്തം കൂടെ ഉണ്ടാകും, തീർക്കും. ആ ഒരു കൺവെൻഷൻ എന്ന് പറയുന്ന അത്യാവശ്യം വലിയ ഒരു ക്രൗഡ് പുള്ളിങ് ആയിരുന്നു. ഒരുപാട് ജനങ്ങൾ ഷാഫിക്ക് വേണ്ടി രാത്രിയും പകലും എല്ലാം അവിടെ കാത്തിരിക്കുന്നതൊക്കെ നമ്മൾ കണ്ടതാണ്. ചിലപ്പോൾ അത്തരം ഒരു പ്രചാരണ രീതി ഇവർ കടുപ്പിച്ചു പോകുന്നത് കൊണ്ട് തന്നെ പേരാമ്പ്രയിൽ ഒരു പരാജയ ഭീതിയുടെ അവശേഷിപ്പുകളാണോ ഇത്തരത്തിൽ പുറത്തേക്ക് വരുന്നത്? ഇതിന്റെ മാസ്റ്റർ പ്ലാൻ അവരാണ് ശരിക്കും ഇപ്പോൾ TP രാമകൃഷ്ണനെ കുരുക്കിയിരിക്കുന്നത്. CPM തന്നെയാണ് അവരുടെ സ്ഥാനാർത്ഥിയെ കുരുക്കിയിരിക്കുന്നത്. കാര്യം നമ്മൾ കാഫിർ പ്രയോഗം പറഞ്ഞത് അതും അവർ തന്നെ അവരുടെ ഗ്രൂപ്പിൽ അവരുടെ തന്നെ അധ്യാപക സംഘടനയിലെ ഏതോ ഒരു മഹാനാണ് ഇത് ചെയ്തത്. അത് അവർക്ക് തന്നെ വിനയായി. അപ്പൊ അതുപോലെ ഇത് അതിബുദ്ധി എന്നാ പറയുക, ഇതിനാണ് അതിബുദ്ധി എന്ന് പറയുക. ഈ അതിബുദ്ധി പൊളിഞ്ഞില്ലേ? ഈ അതിബുദ്ധി പൊളിഞ്ഞപ്പോൾ ഇവിടെ ആരാണ് വർഗീയ വിഷം തുപ്പുന്നത്? ഏറ്റവും കൂടുതൽ വർഗീയ വിഷം തുപ്പുന്ന ആരാണ്? മലപ്പുറം പരാമർശം നടത്തിയത് ഈ മുഖ്യമന്ത്രിയല്ലേ. UDF-ന് കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ കിട്ടിയതിനേക്കാൾ നല്ലൊരു മികച്ച പ്രകടനം അവിടെ കോഴിക്കോട് നിന്ന് ഉണ്ടാകണം എന്ന് കരുതിക്കൊണ്ട് തന്നെയാണ് അവർ ഷാഫിയെ രംഗത്തിറക്കി പ്രചരണത്തിന്റെ ചുമതല എല്ലാ മണ്ഡലങ്ങളിലും ഷാഫിയെ കൊണ്ടുവരുന്നത് പോലെ തന്നെ അവിടെയും വരുന്നതും. പിന്നെ പേരാമ്പ്രയിലാണ് ആ ഒരു തല്ല് നടന്ന രംഗം ഓർമ്മയുണ്ടല്ലോ. ആ സമരത്തില് ഷാഫിയുടെ മൂക്കിന്റെ പാലമൊക്കെ പോലീസ് പിന്നെ ഒരു MP എന്നതുപോലും മറന്നുകൊണ്ട് പിന്നെ മൂക്ക് പാലമൊക്കെ പൊട്ടിയ ഒരു സംഭവമൊക്കെ ഉണ്ടായത്. അപ്പൊ ഇതെല്ലാം തന്നെ കൂട്ടിച്ചേർത്ത് വായിക്കുമ്പോൾ
CPM-ന് പരാജയ ഭീതി വല്ലാതുണ്ട്. കോഴിക്കോട് ആകെ മൊത്തത്തിൽ ഇന്ന് വിരളി പിടിച്ചിരിക്കുകയാണ്. തീർച്ചയായും അന്ന് ഈ ഷഫി പറമ്പിലിന്റെ വിജയത്തോടു കൂടി തന്നെ ഈ വടക്കേ മലബാർ അത്ര അങ്ങ് ഇവർക്ക് സുരക്ഷിതമല്ല എന്നൊരു തോന്നല് ജനം മാറി ചിന്തിച്ചു. അങ്ങനെ ഒരു തോന്നല് CPM-ന് ഉണ്ടായിട്ടുണ്ടെന്നുള്ളതാണ് സത്യാവസ്ഥ. കാരണം അങ്ങനെ അങ്ങ് സേഫ് അല്ല. അന്ന് ഈ ശൈലജ ടീച്ചർ വരുന്ന സമയത്ത് ഞങ്ങളുടെ കോട്ടയിലേക്ക് ഒരു ഷാഫിക്ക് പോലും തകർക്കാൻ പറ്റില്ല എന്ന നിലപാടായിരുന്നു. പക്ഷേ 1.5 ലക്ഷത്തിലധികം ഭൂരിപക്ഷം ശരിയാണ്. അതിനുശേഷം ലോക്സഭയ്ക്ക് ശേഷം തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അതേപോലെ തന്നെ കോൺഗ്രസ് വോട്ടുകളുടെ എണ്ണം കൂടുക, അല്ലെങ്കിൽ കോൺഗ്രസ് ഭൂരിപക്ഷം കൂടുക, അതേ വടക്കേ മലബാർ ഒരു കോൺഗ്രസ് ഓളം സൃഷ്ടിക്കുക. അതിനുശേഷം പ്രചാരണാർത്ഥം എന്ന് പറയുന്നത് സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി ഇതേ ക്രൗഡ് പുള്ളിംഗ് ഉള്ള അവരാണ് ഈ പ്രചരണത്തിന് ഇറങ്ങുന്നത്. ഇപ്പൊ മലബാർ മാത്രമായിരിക്കും ഷാഫി എന്ന് നമ്മൾ പ്രതീക്ഷിച്ചു, പക്ഷെ അങ്ങനെയല്ല. മലബാർ തൊട്ട് എല്ലാ ഇടങ്ങളിലേക്കും അവർ വരുന്നുണ്ട്. ഷാഫി മാത്രമല്ല ആ ഒരു പ്രചരണത്തിൽ മുന്നിൽ നിന്ന് നയിക്കുന്ന ഒരുപാട് നേതാക്കളുണ്ട്. അപ്പോ അതിലൊരു പരാജയ ഭീതി ആയിട്ടുണ്ട്. ഇപ്പൊ എത്ര സീനിയർ ആയിട്ടുള്ള ഒരു നേതാവാണെങ്കിൽ പോലും അവർക്ക് അവിടെ നിൽക്കാൻ, അല്ലെങ്കിൽ അവിടെ ഒരു പരാജയം ഉണ്ടെന്നൊരു തോന്നൽ ഉള്ളത് കൊണ്ടായിരിക്കുമല്ലോ ഇത്തരത്തിലുള്ള ഒളി അമ്പുകളൊക്കെ പയറ്റിക്കൊണ്ടിരിക്കുന്നത്. അല്ല, പിണറായി വിജയൻ തന്നെ നേരിട്ടാണ് ഈ പറയുന്ന TP രാമകൃഷ്ണൻ അവിടെ സ്ഥാനാർത്ഥിയാക്കിയിരിക്കുന്നത്. അപ്പൊ ഇവിടെ നമ്മൾ മനസ്സിലാക്കിയുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ കഴിഞ്ഞ 2021 തെരഞ്ഞെടുപ്പിൽ ഇവർക്ക് ഭരണം കിട്ടിയത് എന്തുകൊണ്ടാണ്? ഇവർക്ക് ഭരണം കിട്ടിയത് ന്യൂനപക്ഷങ്ങൾക്ക് ഒരു തോന്നലുണ്ടായി തങ്ങളെ സംരക്ഷിക്കാൻ ഒരു ആൾക്കൂട്ടം ഇവരുണ്ട് എന്നുള്ളത്. അങ്ങനെയാണ് ന്യൂനപക്ഷങ്ങളുടെ വോട്ട് നേടി കണ്ണൂര്, പറയുന്ന കോഴിക്കോട്, വയനാട് ഒക്കെ തന്നെ വയനാട് വളരെ കുറച്ച് സീറ്റൊക്കെ വന്നിട്ടുള്ളൂ. ശരിയാവട്ടെ. എന്നിരുന്നാലും വടക്കൻ മലബാർ മേഖലയിൽ ന്യൂനപക്ഷങ്ങൾക്ക് ഒരു തോന്നലുണ്ടായി ഞങ്ങളെ സംരക്ഷിക്കാൻ CPM ഉണ്ടല്ലോ. അത് പോവുകയാണ്. തീർച്ചയായും കണ്ണൂരാണെങ്കിലും വയനാടാണെങ്കിലും ഇവിടേക്കുള്ള ഗോത്ര വിഭാഗങ്ങളിൽ നിന്നുള്ള വോട്ടുകളൊക്കെ ഇത്തവണ CPM-ലേക്ക് ഇല്ല എന്ന് ഗോത്ര വിഭാഗങ്ങളുടെ തന്നെ നേതാക്കൾ പറയുന്നത് നമ്മൾ കേട്ടിട്ടുള്ളതാണ്. അവർ കോൺഗ്രസിലേക്ക് പോകുന്നതും CK ജാനുവിനെ പോലെയുള്ളവർ CPM വിട്ട് കോൺഗ്രസിലേക്ക് ചേരുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇത്തരത്തിൽ ഒരു വിഭാഗത്തിന്റെ വോട്ടുകൾ മുഴുവൻ പോകുന്ന സ്ഥിതിക്ക് അപ്പൊ ഇങ്ങനെയുള്ള പരാമർശം ഒരു വിഭാഗം പോകുമ്പോൾ തങ്ങൾക്ക് മറ്റൊരു വിഭാഗത്തിന്റെ വോട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ ഭൂരിപക്ഷത്തിന്റെ പ്രീണനം അവർ പോകുന്നത്. അപ്പൊ ഇവിടെ TP രാമകൃഷ്ണനെ പോലെ പണ്ഡിതപ്രജ്ഞനായ ഒരു നേതാവ്, അദ്ദേഹം ഒന്നുമല്ലെങ്കിൽ LDF-ന്റെ കൺവീനറാണ്. അദ്ദേഹം അറിയാതെ ഇത് CPM-ന്റെ ആരാണ് ഈ വോയിസ് ക്ലിപ്പ് കൊടുത്തെന്ന് പോലും കൃത്യമായിട്ട് പിടിക്കാൻ പറ്റും. തീർച്ചയായും ഇതൊക്കെ കൃത്യമായി ലൈസൻസ് ഒക്കെ ഉള്ള TP രാമകൃഷ്ണന് വേണ്ടിയിട്ടുള്ള പ്രചരണ വാഹനമാണ്. അനൗൺസ്മെന്റ് പോലീസ് സ്റ്റേഷനിൽ നിന്ന് അനുവാദം വാങ്ങിയിട്ടുണ്ട്. ഇത് റെക്കോർഡ് ചെയ്ത് എവിടെയാണെന്ന് പിടിച്ചിട്ടുണ്ട്. പിന്നെ ഇത്തരത്തിൽ മതവിദ്വേഷം ഉണ്ടാക്കുന്ന ഈ അനൗൺസ്മെന്റ് എന്നൊക്കെ പറയുന്നത് CPM-ന് ചേർന്ന പണിയാണോ? തീർച്ചയായും ആ പാർട്ടിക്ക് വളരെയധികം അല്ലെങ്കിൽ അത്ര നിങ്ങളുടെ ആശയങ്ങൾക്ക് ചേരാത്ത ചില നിലപാടുകളാണ് നിങ്ങളിപ്പോൾ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതൊരിക്കലും TP രാമകൃഷ്ണൻ എന്ന് പറയുന്ന നേതാവിന് ഗുണമാവുകയല്ല, CPM-ന് ഗുണമല്ല. ഇത് റിസൾട്ട് വരുമ്പോൾ തീർച്ചയായിട്ടും ഫാത്തിമയ്ക്ക് ഒരു വമ്പൻ ജയമാണ് അവിടെ ഉണ്ടാകുന്നത്. ഇതിലെ ജാതി വിഷം ആർക്കാണ് ഉള്ളതെന്ന് ഇപ്പം മുസ്ലിം ലീഗ് എന്ന് പറയുന്ന പാർട്ടി അവർ പറയുന്നുണ്ടെങ്കിലും എനിക്ക് തോന്നുന്നില്ല. ഇപ്പോഴത്തെ ഈ സാദിഖ് അലി തങ്ങളൊക്കെ ഏറ്റവും നല്ലൊരു മനുഷ്യനാണ്. വളരെ നല്ല രീതിയിൽ നമ്മുടെ ഒരുപാട് വിഷയങ്ങൾ അദ്ദേഹം ഇടപെടുന്ന ഒരാളാണ്. അപ്പൊ ഇവർക്ക് നേരെ തിരിച്ചു വരാനാണ് പോകുന്നത്. ബുദ്ധി കുറച്ച് കൂടിപ്പോയ എന്റെ വിഷയമാണ്. അതെ, ഇതൊരു അതിബുദ്ധിയുടെ നിലപാടായി പോയി. ഇത്തരം അതിബുദ്ധികളൊന്നും പേരാമ്പ്രയിൽ പയറ്റാൻ സാധിക്കുമോ, അല്ലെങ്കിൽ ഇത് എങ്ങനെയാണ് ജനങ്ങൾ സ്വീകരിക്കുന്നത് എന്നുള്ളത് നമുക്ക് കാണേണ്ടിയിരിക്കുന്നു.